ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് സീസൺ 7ൻ്റെ എപ്പിസോഡ് റിവ്യൂമായിട്ടാണ് ഗായ്സ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ലാലേട്ടൻ വരുന്ന ഫസ്റ്റ് എപ്പിസോഡായിരുന്നു. അതായത് ബിഗ് ബോസ് തുടങ്ങിയിട്ട് ലാലേട്ടൻ്റെ ഫസ്റ്റ് എൻട്രി ആയിരുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ച ഒരു എപ്പിസോഡായിരുന്നു ആക്ച്വലി ഇത്. കാര്യം കഴിഞ്ഞ ആഴ്ച നല്ല കാര്യങ്ങളൊക്കെ ഈ ഹൗസിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ലാലേട്ടൻ ചോദിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നിവിൻ്റെ കാര്യം അതെന്തായാലും ചോദിക്കും. നിവിൻ എന്താ ചെയ്തതെന്ന് എനിക്ക് ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല. പിന്നെയാണ് നിവിൻ ചെയ്തതൊരു കള്ളത്തരമാണ്, അല്ലെങ്കിൽ ഒരു മോഷണം, ഒരു കുട്ടി മോഷണം ആണെന്ന് മനസ്സിലായത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിവിനെ. പേഴ്സണലി എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഹീസ് ആൻ എൻ്റർടൈനർ. ദ എൻ്റയർ ഹൗസിൽ പുള്ളിയാണിപ്പോൾ ഒരു എൻ്റർടൈനർ ആയിട്ടിരിക്കുന്നത്. അപ്പം അതെന്തായാലും ബിഗ് ബോസിൽ ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ ആ എപ്പിസോഡിൽ കാണിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാനൊക്കെ ആയിട്ട് ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ നമ്മുടെ രേണുസുധിയുടെ എല്ലാ നാടകങ്ങളിലും ഒരെണ്ണമെങ്കിലും ലാലേട്ടൻ ചീട്ട് കീറുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നടന്നു. കാര്യം ഞാൻ ആ പ്രമോ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു PR വർക്ക് നമ്മുടെ രേണുസുധി തന്നെ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ട്വിസ്റ്റിൽ ആ വീഡിയോയുടെ കാര്യം ലാലേട്ടൻ പൊട്ടിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊരു അടിപൊളിയായിരുന്നു. അപ്പം നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. എപ്പിസോഡിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അക്ബറിനെ മറ്റേ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച ആ ഇഷ്യൂവിൻ്റെ കാര്യങ്ങൾ ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്തു. ആ ഒരു പേര് നീ വിളിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അക്ബർ പറഞ്ഞു, ഇല്ല ലാലേട്ടൻ, അത് തെറ്റാണ്, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ രേണുവിനെ വിളിച്ചിട്ട് ചോദിച്ചു. അപ്പോൾ രേണു പറഞ്ഞു, ഞാൻ ചമ്മിപ്പോയി, എനിക്ക് മൊത്തത്തിലൊരു ചമ്മലായിരുന്നു ലാലേട്ടൻ, എല്ലാവരും കാണുന്നതല്ലേ എന്നൊക്കെയുള്ള രീതിക്കൊക്കെ സംസാരിച്ചു. ആ സംസാരത്തിൽ എനിക്ക് ഭയങ്കര ജെന്യുവനായിട്ട് തോന്നി കേട്ടോ രേണുവിനെ. ആ ഒരു സംസാരത്തിൽ മാത്രം എനിക്ക് ജെന്യുവനായിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ അപ്പാണി ശരത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ഇത്രയും ദേഷ്യത്തിൻ്റെ ആവശ്യം എന്താണ് നിനക്ക് മര്യാദയ്ക്ക് സംസാരിച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചു. പിന്നെ അനീഷിനെ വിളിച്ചിട്ട് അനീഷിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു. അനീഷ് പറഞ്ഞു, എനിക്കിവിടെ ഇഷ്ടപ്പെട്ടു, പക്ഷെ എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നുള്ള രീതിക്ക് സംസാരിച്ചു. അഭിശ്രീനെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ അഭിശ്രീ പറഞ്ഞു, ആ പുള്ളീനെ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലല്ലോ എന്നുള്ള രീതിക്ക് സംസാരിച്ചു. അതല്ലേ ഗെയിം എന്നുള്ള രീതിക്ക് ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ പറഞ്ഞു, ഞാനൊരു 3-4 പേരെ അങ്ങോട്ട് വിടുവാണ്, എനിക്കൊരു കാര്യം അന്വേഷിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു 3-4 പേര് വന്ന് ഹൗസിനകത്ത് കയറി ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫേസ് കവർ ചെയ്തിട്ടുള്ള 4 പേര് 3 പേരെങ്ങാണ്ട് ഹൗസിലോട്ട് കയറി. ഹൗസിൽ കയറിയിട്ട് ഇവർ എൻ്റെ ഹൗസ് ചെക്ക് ചെയ്തു. അപ്പം എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ഇത് എന്താണ് നടക്കുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പം അപ്പോഴാണ് ലാലേട്ടൻ അവരോട് ചോദിക്കുന്നത്, എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അവർ കൈകൊണ്ട് കാണിക്കുന്നു, ഇല്ല എന്നുള്ള രീതിക്ക് കാണിക്കുന്നു. അപ്പോൾ അവരങ്ങ് പോകുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ഓക്കെ നീ ഇപ്പോൾ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പിന്നെ കാണിക്കുന്നത്, ലാലേട്ടൻ്റെ കയ്യിലൊരു കത്തുണ്ട്. അപ്പം ലാലേട്ടൻ പറയുന്നു, ഓക്കെ എൻ്റെ കയ്യിലൊരു ലെറ്റർ ഉണ്ട്, ഞാനത് വായിക്കാം എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പറയുകയാണ്, എന്താ നിങ്ങൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മളേലും മുന്നേ, അതായത് നമ്മളുടെ വീഡിയോസ് ലൈവും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് റിവ്യൂസും കാര്യങ്ങളും പറയുന്നതൊക്കെ ഓക്കെ, അതൊക്കെ നമുക്ക് സമ്മതിക്കാം. അതല്ലാതെ നമ്മളേലും മുന്നേ കളി കാണിക്കുന്ന കുറച്ച് പേരുണ്ട് എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ട് പറയുവാണ്, എന്താ രാജാവിനേക്കാൾ വലുതല്ലല്ലോ പ്രജകൾ എന്നുള്ള രീതിക്ക് ഒരു മാസ് ഡയലോഗിലായില്ല, ട്രെൻഡിയാണ്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിക്കണോ, എനിക്കിങ്ങനെ ഒരു വീഡിയോ ഞാൻ കാണേണ്ടി വന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ലാലേട്ടൻ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് രേണുവിൻ്റെ അടുത്ത് ചോദിക്കും, എന്താ രേണു കാണിക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ രേണു ചിരിക്കും. അപ്പോൾ ലാലേട്ടൻ ചോദിക്കും, എന്തിനാ രേണു ചിരിക്കുന്നതെന്ന് ചോദിക്കും. രണ്ടുപേരും ഒന്നുമില്ല ലാലേട്ട എന്നൊക്കെ പറയും. അപ്പം ലാലേട്ടൻ പറയും, ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേണുസുതി, കാലത്തിന് മുന്നേ സഞ്ചരിച്ച രേണുസുതി, ഈ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഞാൻ ഇങ്ങനെ ഇതിൽ വന്നു, എലിമിനേഷനിൽ വന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കാലം തെറ്റി പെയ്ത മഴ പോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ലാലേട്ടൻ പൊക്കി നല്ല രീതിക്ക് എക്സ്പോസ്ഡ് ആക്കി നല്ല ചീത്ത പറഞ്ഞു. അതായത് ഇത് ഞങ്ങളുടെ റൂളിന് എഗെയിൻസ്റ്റ് ആണെന്ന് നിങ്ങൾക്കറിയാമോ, ഇതിങ്ങനെ ചെയ്യുന്നത് എന്താണ്, വലിയ ആളായിട്ട് കാണിക്കുന്നതാണോ എന്നുള്ള രീതിക്കൊക്കെ ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ രേണുവിൻ്റെ ഫേസൊക്കെ ഒന്ന് കാണണമായിരുന്നു മോളെ. ഇത് പുള്ളിക്കാരി മൊത്തത്തിൽ, പക്ഷെ നാണക്കേടല്ലേടാ. അവിടെ നിന്ന് ഹൗസിലെ എല്ലാവരും മൊത്തത്തിൽ ഇങ്ങനെ
ഇതെപ്പോ എന്നുള്ള രീതിക്ക് നിൽക്കുക. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ഞാൻ മെയിനായിട്ട് ആ സെർച്ച് ചെയ്യാൻ ആൾക്കാരെ വിട്ടത് എന്തുകൊണ്ടാണ്, ഇതുപോലെയുള്ള ഒരു വീഡിയോ പുറത്ത് വന്നത് കൊണ്ടാണ്. ഹൗസിനകത്ത് നിൽക്കുന്ന രേണു എങ്ങനെ വീഡിയോ എടുത്തു, അവിടെ എന്താ ഫോൺ ഉണ്ടോ, ഞാൻ തന്നെ വിചാരിച്ചു അവിടെ മൊബൈൽ ഫോൺ ഉണ്ടോ എന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞങ്ങൾ സെർച്ച് ചെയ്യാൻ ആളെ വിട്ടത് എന്ന് രേണുവിൻ്റെ അടുത്ത് ലാലേട്ടൻ പറഞ്ഞു. അപ്പോൾ രേണു പറഞ്ഞു, അല്ല ലാലേട്ട, അത് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഇട്ടതാണ്. എന്തോ എൻ്റെ ഫ്ലൈറ്റ് ഞാൻ ഇതിന് മുമ്പ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇട്ടതാണ്, അതല്ലാതെ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ നോമിനേഷനിൽ വരുമെന്ന്, അതുകൊണ്ട് ഇട്ടതാണ്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, അത് ശരിയാണോ രേണു, അപ്പം ബാക്കിയുള്ളവരെ മണ്ടന്മാരാക്കുവാണോ രേണു ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പം തന്നെ പുള്ളിക്കാരി ഫുള്ളി ഡൗൺ ആയി. അത് കഴിഞ്ഞ് പിന്നെ ലാലേട്ടൻ എല്ലാവരെയും വിളിച്ച് ഓരോരുത്തരുടെ അടുത്ത് അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ചോദിച്ച്, അങ്ങനെ രേണുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ രേണു പറഞ്ഞ്, ഞാനങ്ങനെ വീട്ടിൽ നിന്നൊന്നും മാറി നിന്നിട്ടില്ല, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ഹോസ്റ്റലിൽ വന്നില്ല. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുക, നീ എന്നെ ഹോസ്റ്റലിൽ നിൽക്കാനാണോ വന്നതെന്ന്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരൊക്കെ എന്തോ അവിടെയൊക്കെ നിന്ന് പരിചയമുള്ളതുപോലെ പുള്ളിക്കാരിയുടെ സംസാരം. പുള്ളിക്കാരി എൻ്റർലി ഡിഫറെൻ്റ് ആണ്, ഞാനൊരു പാവമാണെന്ന് കാണിക്കാൻ വേണ്ടി ഒത്തിരി കിടന്ന് പാടുപെടുന്നുണ്ട്. പുള്ളിക്കാരീനെ എനിക്ക് തീരെ അതിനകത്ത് ഭയങ്കര സേഫ് ഗെയിമർ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടാൻ വേണ്ടി വന്നിട്ടുള്ള കെട്ടഴിഞ്ഞ പട്ടം പോലെ എനിക്ക് തോന്നുന്നത്. രേണുവിനൊന്നും മനസ്സിലായിട്ടില്ല. രേണു പുറത്ത് കിടന്ന് കാണിച്ചിട്ടുള്ള ഒന്നും രേണുവിന് അകത്ത് കിടന്ന് കാണിക്കാൻ പറ്റുന്നില്ല ഗൈസ്, അതാണ് സത്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദില നൂറേനെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അതായത്, നിങ്ങൾ വേറൊരു വേർഡ്, ബാഡ് വേർഡ്, അപ്പി എന്നുള്ള രീതിക്ക് ബാഡ് വേർഡ് യൂസ് ചെയ്തില്ല, അത് ശരിയാണോ എന്നുള്ള രീതിക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പിന്നെ മുൻഷീയുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഒനീലിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എല്ലാവരുടെ അടുത്തും അവരുടെ എക്സ്പീരിയൻസ്, ഹൗസിനകത്ത് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഓരോ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നിവിൻ്റെ ആ ഒരു കള്ളത്തരത്തിനെ പറ്റി വീഡിയോ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഫണ്ണി വീഡിയോ ആണ് ആക്ച്വലി. എന്നിട്ട് നിവിൻ്റെ അടുത്ത് ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഒരു കള്ളനുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനത് എപ്പിസോഡ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു, എന്തായാലും ലാലേട്ടൻ എപ്പിസോഡിൽ കാണിക്കും, കാര്യം ഇത് അത്രയും എൻ്റർടൈനർ ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അതുപോലെ തന്നെ കാണിച്ച ആ ഒരു വീഡിയോ അവർ സെറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ നല്ല രസമുണ്ട് ആ വീഡിയോ കണ്ടിരിക്കാൻ. അപ്പോൾ അങ്ങനെ അവർ ഹൗസിലുള്ളവരെല്ലാവരെയും കാണിച്ച്, നിവിൻ വന്ന് ആര്യൻ്റെ അടുത്ത് ഇത്രയും ചെയ്തിട്ട് ആര്യൻ്റെ അടുത്ത്, നിനക്ക് ഇന്ന് ഡൗട്ട് ഉണ്ടോടാ എന്ന് ചോദിക്കില്ലേ, അപ്പൊരു ആര്യം പറയത്തില്ല, ഒന്ന് പോടാ എന്ന് പറഞ്ഞപ്പോൾ ആര്യനൊക്കെ ഏടാ നീ എന്നെ തന്നെ ചതിച്ചല്ലേടാ എന്നുള്ള രീതിക്കൊക്കെ നിന്ന്. അപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് നിവിൻ പറയുവാണ്, ലാലേട്ടൻ തന്നെ പറഞ്ഞല്ലോ ബുദ്ധി കൊണ്ട് കളിക്കണം എന്ന്, അതുകൊണ്ടാണ് ഞാൻ ബുദ്ധി കൊണ്ട് കളിച്ചത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കാം, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞോടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രസമായിരുന്നു, ഫണ്ണായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിവിൻ്റെ അടുത്ത് പറയുന്നു, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ, എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ട്, നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് തരാമെന്ന് പറയുമ്പോൾ ഇവൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇവൻ പറയുന്നത്, എനിക്ക് കുഴിമന്തിയാണ് ഇഷ്ടമെന്ന്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ഫുഡ് അല്ലടാ, വേറെ എന്തെങ്കിലും പറയടാ, എന്തോ ഷൂസോ കാര്യങ്ങളോ ഒക്കെ ഇല്ലേ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ, ആ ലാലേട്ടാ എനിക്ക് പച്ചയും മഞ്ഞയും കുറേ ഷൂസൊക്കെ ഉണ്ട്, അതെന്തെങ്കിലും ഒന്ന് തരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞാൽ ഓക്കെ, ഒരു ഷൂ തരാമെന്ന് പറഞ്ഞിട്ട്, ഒരു ഷൂ, അപ്പോൾ നോട്ട് ദ പോയിന്റ്, ഒരു ഷൂ, അപ്പോൾ ഒരു ഷൂ തരാമെന്ന് പറയും. അതുകൊണ്ട് ഇവൻ പറയാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവൻ പെട്ടെന്ന് ഇവന് മനസ്സിലായി ഒരു ഷൂ, അപ്പോൾ അല്ല പെയർ ഓഫ് ഷൂസ്. അപ്പോൾ ലാലേട്ടൻ പറയാം എന്തായാലും എന്ന് പറഞ്ഞിട്ട് അനീഷ് പോയി സ്റ്റോർ റൂമിൽ നിന്ന് ഒറ്റ ഷൂ, അവൻ്റെ മറ്റേ വന്ന സമയത്ത് ഇൻട്രോയിൽ പറഞ്ഞിട്ടില്ലേ, ഇതെൻ്റെ പോയിന്റ് ഹീൽസ് ആണ്, ഇതെൻ്റെ ഫേവറേറ്റ് ആണ്, ഇതെനിക്ക് വേണം എന്ന് പറയല്ലോ, അപ്പം ആ പോയിന്റ് ഹീൽസിൽ ഒരെണ്ണം കൊണ്ടുവന്ന് അനീഷ് കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര ചിരി വന്ന സാധനമാണ്. പിന്നെ ആ എപ്പിസോഡിൽ ലാസ്റ്റ് എൻഡിങ്ങിൽ ലാലേട്ടൻ നമ്മളുടെ മൈജിയുടെ ഒരു റോബോട്ട് നായക്കുട്ടീനെ ഹൗസിലേക്ക് വിടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇവൻ എൻ്റെ അടുത്ത് വന്ന എല്ലാ കാര്യങ്ങളും പറയും, ഇവനെ ഞാൻ ഹൗസിലേക്ക് വിടുവാണ് എന്നും പറഞ്ഞിട്ടാണ് എപ്പിസോഡ് ലാലേട്ടൻ്റെത് എൻഡ് ചെയ്യുന്നത്. ലാലേട്ടൻ സൈനിങ് ഓഫ് കഴിഞ്ഞ് വന്നിട്ട് നമ്മളുടെ രേണു സുധിയുടെ ഏകാംഗ നാടകം ഉണ്ടായിരുന്നു ഗൈസ്. ആ പുള്ളിക്കാരി വന്നിരുന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഒറ്റേ, എന്തായാലും എക്സ്പോസ്ഡ് ആയല്ലോ, അതായത് വോട്ടിംഗ് വീഡിയോ ഒക്കെ റിലീസാക്കി അത് തന്നെ എക്സ്പോസ്ഡ് ആയി, ലാലേട്ടൻ തന്നെ അത്രയും പേരുടെ മുമ്പ് വെച്ച് നാട്ടിച്ച്. അപ്പം അതിനെ ഇനി ഓവർകം ചെയ്യണമല്ലോ, അപ്പോൾ പുള്ളിക്കാരി തന്നെ ഒരു ഏകാംഗ നാടകമായിട്ട് അങ്ങ് വിട്ട്, അതെൻ്റെ കസിനാണ്, എൻ്റെ കസിനെയാണ് എൻ്റെ അടുത്ത് ഇത് പറഞ്ഞത്, എൻ്റെ കസിൻ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത്, എൻ്റെ പൊന്ന് കസിനെ ഇനി നീ അത് ചെയ്യരുത് എന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് ഇനിയും വീഡിയോസ് ഇരിപ്പുണ്ട്, എടുത്തു വെച്ചിട്ട് തന്നെ രേണു വന്നത്. ആ രേണു ഇവിടെ കിടന്ന് അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, രേണുവിന് അഭിനയിക്കാൻ പറ്റത്തില്ലെന്ന് ആരാടാ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് രേണുവിന് അഭിനയിക്കാൻ അറിയത്തില്ല, പക്ഷെ അല്ല ഗൈസ്, രേണുവിന് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. കാര്യം എപ്പിസോഡ് കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, മറ്റേ കിച്ചു മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നതൊക്കെ കാണണം, കണ്ടാൽ നമ്മൾക്ക് സഹിക്കൂല, അമ്മാതിരി അഭിനയമാണ്. കിച്ചുവിന് നേരെ കണ്ടുകൂടാ അവർക്ക്, പക്ഷെ
ഹൗസിനകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ ഇമോഷണൽ സ്ട്രാറ്റജി വർക്കാക്കണമല്ലോ, അതിനുള്ള ഇതൊക്കെയാണ്. അപ്പം മൊത്തത്തിൽ രേണുസുധിന് ഈ എപ്പിസോഡിൽ രേണുസുധിനെ വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി നാളെ അറിയാം എന്തൊക്കെ ആർക്കൊക്കെ കിട്ടുമെന്ന്. രേണുവിനുള്ളത് കിട്ടി, നിവിനുള്ളത് കിട്ടി, അക്ബറിനുള്ളത് കിട്ടി, ഷാനവാസിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഷാനവാസിന്റെ വീട്ടുകാർ ഇവിടെ വെളിയിലൊക്കെ കിടത്തി ടാസ്ക് ചെയ്യിപ്പിച്ചപ്പോൾ ഇക്കാക്ക് അങ്ങനെ പറ്റില്ല, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് വിളിച്ച് സംസാരിപ്പിച്ച് അവരെയൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഷാനവാസിനും കാര്യങ്ങൾ സംസാരിച്ചു. മൊത്തത്തിൽ ഇത്രയൊക്കെ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. ഇനി നാളെ അടുത്ത എപ്പിസോഡിൽ ഒരു നായ്ക്കുട്ടീനെയും കയറ്റി വിട്ടിട്ടുണ്ട്, അവൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം. അപ്പം മൊത്തത്തിൽ രേണു എന്ന് പറയുന്ന വ്യക്തിനെ എക്സ്പോസ്ഡ് ആക്കി ഒരു മൂലയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരെയൊക്കെ പയ്യെ 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 നമ്മുടെ ലാലേട്ടനിൽ എക്സ്പോസ്ഡ് ആക്കി വെക്കും ഗായ്സ്. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡ് റിവ്യൂ ആയിട്ട് കാണുന്നവരേക്കും ബൈ.